السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രവാചകന്മാരിലുള്ള വിശ്വാസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രത്യേകതകളും മഹത്വങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വന്നത്. സത്യസന്ധതയും അതുപോലെ തന്നെ വിശ്വസ്തതയും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തങ്ങളുടേതായ ദൗത്യം കൃത്യമായി നിർവഹിച്ചവരാണ് മഹാന്മാരായ പ്രവാചകന്മാരെന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധികൂർമ്മത വളരെ കൃത്യമായി തന്നെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ വസ്തുതയാണ്. കൃത്യമായ നിലക്ക് അള്ളാഹുവിന്റെ ദീനിനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്കും അവരുടേതായ സംവാദങ്ങൾക്കുമെല്ലാം വളരെ കൃത്യമായി ആർജവത്തോടെ യുക്തിയുക്തമായി കൊണ്ട് മറുപടി കൊടുക്കുന്ന, ആ രംഗത്തുള്ള കൃത്യമായി തിളങ്ങി നിൽക്കുന്ന ഒരവസ്ഥ മഹാന്മാരായ മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയായ നമ്രൂദ് രാജാവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്ന, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന രംഗം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കാൻ വന്ന ആ ധിക്കാരിയായ ഭരണാധികാരിയോട് വളരെ ബുദ്ധിപൂർവകമായ നിലക്ക് ഇടപെട്ട് ആ രാജാവിനെ, അതല്ലെങ്കിൽ ഭരണാധികാരിയെ ഉത്തരം മുട്ടിക്കുന്ന നിലക്കുള്ള ബുദ്ധികൂർമ്മതയും യുക്തി വൈഭവവുമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെ പ്രകടമായത്. വിശുദ്ധ ഖുർആൻ അതെടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം നബിയോട് തർക്കിക്കാൻ വന്ന ഒരാളെ കണ്ടില്ലേ? തന്റെ റബ്ബിന്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് തർക്കം നടത്താൻ, വാദിച്ച് ജയിക്കാൻ വന്ന ഒരുവൻ, അയാൾക്ക് അധികാരമുണ്ട് എന്ന ഹുങ്കിൽ അയാൾ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളോട് കൃത്യമായി പഠിപ്പിച്ചു, റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്, എന്റെ റബ്ബാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ഖാല, അപ്പോൾ അയാൾ പറഞ്ഞു, അന ഉഹ്യീ വഉമീത്,
ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നിട്ട് അയാൾ എന്ത് ചെയ്യാണ്? രണ്ടാളെ വിളിക്കാണ്. രണ്ടാളെ അയാളുടെ മുമ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് രണ്ടാളെയും ഞാൻ ഇപ്പൊ കൊല്ലും എന്ന് തീരുമാനിക്കണം. എന്നിട്ട് പിന്നെ ഒരാളെ വേണ്ട, നിങ്ങളെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞ അയാളെ വിട്ടു, മറ്റേ ആളെ കൊന്നു. അപ്പൊ ഫലത്തിൽ എന്തായി? ഞാനാണ് ഇപ്പൊ ജീവിപ്പിക്കുന്നത്, ഞാനാണ് മരിപ്പിക്കുന്നത്. രണ്ടാളെയും വിളിച്ച് രണ്ടാളെയും കൊല്ലുന്ന ആദ്യം പറഞ്ഞു. പിന്നെ അതിൽ ഒരാളെ നിന്നെ കൊല്ലുന്നില്ല എന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ അയാളെ ജീവിപ്പിച്ചു. ഞാനാണ് ജീവിപ്പിക്കുന്നവൻ, ഞാനാണ് മരിപ്പിക്കുന്നവൻ, മറ്റേ ആളെ കൊല്ലും ചെയ്യും. എന്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയപ്പോ ധിക്കാരിയായ രാജാവ് പയറ്റിയ ഒരു അടവായിരുന്നു അത്. പക്ഷേ മഹാന്മാരായ പ്രവാചകന്മാർക്കുണ്ടോ, ആ പ്രവാചകന്മാരുടെ മുമ്പിലുണ്ടോ ഇത്തരത്തിലുള്ള ധിക്കാരികൾക്ക് വിജയിക്കാൻ സാധിക്കുന്നു? യുക്തമായ നിലക്ക് വായടപ്പൻ മറുപടിയാണ് പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുക്കുന്നത്. ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എങ്കിൽ ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ് ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വെല്ലുവിളിച്ചു. എങ്കിൽ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി, അല്ലാഹു സൂര്യനെ കൊണ്ടുവരുന്നു, മിനൽ മശ്രിഖി, കിഴക്ക് നിന്ന് ഉദിപ്പിക്കുന്നു. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ. അല്ലാഹ് സൂര്യനെ കിഴക്ക് നിന്നാ കൊണ്ടുവരുന്നത്, നീ അവനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവാ സൂര്യനെ. എനിക്ക് സാധിക്കുമെങ്കിൽ കാണട്ടെ. എന്തെങ്കിലും പറയാൻ സാധിക്കോ? ഫബുഹിതല്ലദീ കഫറ, നിഷേധിയായ മനുഷ്യൻ ഉത്തരം മുട്ടി അന്തം വിട്ട് അന്താളിച്ചു നിന്നുപോയി. മറുപടിയില്ല, നാവടങ്ങിപ്പോയി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനങ്ങളെ ഒരിക്കലും അല്ലാഹു നേർമാർഗത്തിലാക്കുന്നതല്ല. ഇവിടെ സഹോദരന്മാരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ കൃത്യമായി തന്നെ പ്രതിയോഗിയെ പ്രമാണങ്ങൾ കൊണ്ട് മുട്ടുകുത്തിക്കുന്ന, കൃത്യമായ നിലക്കുള്ള തന്റെ വാക്ചാതുരി കൊണ്ട് അടിയറവ് പറയിക്കുന്ന ഫത്വാനത്ത് അഥവാ ബുദ്ധികൂർമ്മതയാണ്, ബുദ്ധി വൈഭവമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുമുണ്ട്. സൂറത്തുൽ അൻആമിലെ 83-ാമത്തെ ആയത്തിൽ കാണാം, വതിൽക ഹുജ്ജതുനാ ആതൈനാഹാ ഇബ്രാഹീമ അലാ ഖൗമിഹി നർഫഉ ദറജാതിൻ മൻ നശാ ഇന്ന റബ്ബക ഹകീമുൻ അലീം. അതൊക്കെ തെളിവുകളാണ്. വതിൽക ഹുജ്ജതുനാ, അതൊക്കെ നമ്മുടെ പ്രമാണങ്ങളാണ്, നമ്മുടെ തെളിവുകളാണ്. ആതൈനാഹ ഇബ്രാഹിം, ഇബ്രാഹിമിന് നാം കൊടുത്തു, അലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതക്കെതിരെ. അങ്ങനെ നർഫഉ ദറജാതിൻ മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരുടെ പദവികളെ നാം ഉയർത്തിക്കൊടുക്കുന്നു. ഇന്ന റബ്ബക ഹകീമുൻ അലീം, നിശ്ചയമായും നിന്റെ റബ്ബ് അഗാധജ്ഞാനിയും എല്ലാത്തെ സംബന്ധിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനുമാകുന്നു. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ബുദ്ധി വൈഭവത്തെയാണ് ഇവിടെ റബ്ബുൽ ആലമീൻ ആ മഹാനവറുകൾക്ക് നൽകിയ പ്രത്യേകതയാണ് ഇവിടെ ആയത്തിലൂടെ എടുത്തുദ്ധരിച്ചത്. ഇതുപോലെ തന്നെ ധാരാളം സന്ദർഭങ്ങളിൽ അദ്ദേഹം യുക്തമായി ഇടപെട്ടിട്ടുണ്ട്. ശത്രുക്കളുടേതായ ആശയത്തിന്റെ പാപ്പരത്വം അവർക്ക് മുമ്പിൽ തെളിവാക്കി കൊടുത്തിട്ടുണ്ട്. അവരിലുണ്ടാകുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നീട് അവരതിനെതിരെ സംസാരിച്ചുവെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന ജനതക്ക് വിഗ്രഹങ്ങൾക്ക് ഒന്നിനും കഴിയില്ലെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ഉത്സവത്തിന് പോയ സമയം നോക്കിയിട്ട് കൊച്ചു വിഗ്രഹങ്ങളെല്ലാം തകർത്ത് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി മഴു തൂക്കിയിട്ടു. ഉത്സവം കഴിഞ്ഞ് തിരിച്ചു തരുന്ന ജനത ആരാണ് നമ്മുടെ ഇലാഹുകളെ കൊണ്ടിത് ചെയ്തതെന്ന് ചോദിക്കുകയും, സമിഅനാ ഫതൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അവന് ഈ ഇലാഹുകളെ ഒക്കെ പറയലാ പണി എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിസ്താരത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊടുത്ത ഒരു ചാട്ടുളി പോലത്തെ മറുപടി ഉണ്ടായിരുന്നു. അതെന്താ? ബൽ ഫഅലഹു കബീറുഹും ഹാദാ, ഇതായി നിൽക്കുന്ന വലിയവനാത് ചെയ്തത്, ഈ കൂട്ടത്തിൽ നിൽക്കുന്ന വലിയ വിഗ്രഹായത് ചെയ്തത്. ഫസ്അലൂഹും ഇൻ കാനൂ യൻതിഖൂൻ, സംസാരിക്കാനും വർത്തമാനം പറയാനും ഒക്കെ കഴിയുമെങ്കിൽ ചോദിക്കവരോട്, അവർ പറയട്ടെ. എന്തിനാ എന്നോട് ചോദിക്കുന്നത്? നിൽക്കുന്ന കണ്ടില്ലേ, മഴുവും കഴുത്തിൽ തൂക്കിയിട്ട് വലിയവൻ നിൽക്കുന്ന കണ്ടില്ലേ?
അവൻ തന്നെയാവും അത് ചെയ്തത്. ചോദിക്കുന്നവരോട്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നത് നോക്കൂ. ഫറജഉ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നകും അൻതുമുൽ ളാലിമൂൻ. അവർ പരസ്പരം ആശയക്കുഴപ്പത്തിലായി. അതിന് സാധിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ഫറജഉ ഇലാ അൻഫുസിഹിം, അവരിലേക്ക് തന്നെ ഒന്ന് മടങ്ങി എന്നാ ഖുർആൻ പറയും. ഈ മറുപടി കേട്ടപാടെ അവരിലേക്ക് തന്നെ ഒരു പുനർവിചിന്തനം നടത്തി. ശരിയെന്നല്ലടാ പറയുന്നത്, ശരിയെന്നല്ലേ? അവർ പരസ്പരം പറഞ്ഞു ഫഖാലു ഇന്നകും അൻതുമുൽ ളാലിമൂൻ, നിങ്ങളുടെ അടുക്കൽ ആക്രമം, നിങ്ങളാണ് അക്രമികൾ. അവര് പരസ്പരം പറയാൻ തുടങ്ങി. പിന്നെ പെട്ടെന്ന് അവരെന്ത് പറഞ്ഞു? ആദ്യം അവർ അന്തം വിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ഉത്തരം മുട്ടിപ്പോയി. പിന്നൊന്നും പറയാനില്ല. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, വീണോടത്ത് കിടന്നിട്ട് ഒരു ഉരുളല് പ്രതിയോഗിക്കും. പ്രമാണങ്ങൾ കേട്ടാലും ശരി, തെളിവ് കേട്ടാലും ശരി, താൻ ഉത്തരം മുട്ടിയെന്ന് കണ്ടാൽ ആദ്യം അവിടെ വീണു. അവൻ പരാജയപ്പെട്ടു. പക്ഷെ ആ പരാജയത്തിന്റെ ജാള്യതയിൽ നിന്നൊന്ന് മുഖം മിനുക്കാൻ വേണ്ടി ഏത് കാലത്തും ഇസ്ലാമിന്റെ പ്രതിയോഗികൾ പല അടവുകളും ഭയക്കാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പ്രതിയോഗികൾ അടിയറവ് പറഞ്ഞു വീണു. അവർ പരാജയപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് തന്നെ അവർക്ക് ബോധോദയം വന്നു. എന്താ നമ്മൾ സമ്മതിച്ചു കൊടുത്തത്? ഇബ്രാഹിം പറയണ ന്യായത്തിനല്ലേ ഇപ്പൊ സമ്മതിച്ചു കൊടുത്തു. നമ്മളെടുത്താ തെറ്റിന്ന് ഇപ്പൊ നമ്മളിവിടെ അംഗീകരിക്കല്ലേ പാടില്ല. പിന്നെ കാര്യം നേരെ കിഴക്കാൻ തൂക്കാക്കിയിട്ട് അവരെ മറിച്ചിട്ടു. പ്ലേറ്റ് മാറ്റി നേരെ തിരിച്ചിട്ടിട്ട് അവർ പറഞ്ഞു ലഖദ് അലിംത മാ ഹൗലായി യംതിഖൂൻ, ഇവരൊന്നും സംസാരിക്കൂലാന്ന് ഇബ്രാഹിം എന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ എന്ത് ചോദ്യാ ചോദിക്കുന്നത്? ആ ഉത്തരത്തിലൂടെയും അവരുടേതായ ആശയരംഗത്തുള്ള പാപ്പരത്തം വിഡ്ഢിത്തം കൂടുതൽ ബോധ്യപ്പെടുകയായിരുന്നു. അത് മഹാനായ ഒരു പ്രവാചകന്റെ ബുദ്ധി വൈഭവത്തോടുകൂടെയുള്ള ഇടപെടലുകളാണ്. പ്രവാചകന്മാർക്കൊക്കെ ആ നിലക്കുള്ള സാമർഥ്യം അല്ലാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ നൂഹ് നബിയുടെ ജനത തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഒരുപാട് നടത്തി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അവർ മുട്ടുമടക്കേണ്ടി വന്നു. ഖാലു, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ന്യായങ്ങൾ കേട്ടിട്ട് അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ, പ്രപഞ്ചത്തിന്റെ നാഥനാണവനെന്ന കൃത്യമായ ന്യായങ്ങൾ കേട്ടിട്ട് ആ സമൂഹം പോലും അന്തം വിട്ട് അന്താളിച്ചു നിന്ന് പോയിട്ടുണ്ട്. അവര് പറഞ്ഞു നൂഹ് നബിയെ വിളിച്ചുകൊണ്ട് ഖാലൂ യാ നൂഹ് ഖദ് ജാദൽതനാ ഫഅക്സർത ജിദാലനാ ഫഅതിനാ ബിമാ തഇദുനാ ഇൻ കുൻത മിനസ് സ്വാദിഖീൻ. സൂറത്ത് ഹൂദിലെ 32-ാമത്തെ ആയത്ത്. അവർ പറഞ്ഞു നൂഹേ, നീ ഞങ്ങളെ വല്ലാതെ തർക്കിച്ചു കളഞ്ഞല്ലോ, നീ ഞങ്ങളോട് വല്ലാതെ തർക്കം നടത്തുന്നു. ഫഅക്സർത ജിദാലനാ, നിന്റെ തർക്കം വല്ലാതെ കൂടുന്നു. എന്താ അങ്ങനെ പറയുന്നത്? മറുപടി ഇല്ല. തർക്കിച്ചോട്ട് അതിനെന്താ മറുപടി അറിഞ്ഞാ പോരെ? പക്ഷെ മറുപടി പറയാല്ലാതായപ്പോ നീ വല്ലാതെ ഒരു തർക്കം നടത്തുന്ന ആളാണ്, നിന്റെ തർക്കത്തിന്റെ അടുക്കും നമുക്ക് കഴിയില്ല, അങ്ങനെ നീ തർക്കിക്കാനൊന്നും നോക്കണ്ട. അവസാനം തോറ്റാലുണ്ടല്ലോ ഒരു അടവ്. എന്നാ പിന്നെ നീ വാഗ്ദത്തം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തുന്ന ശിക്ഷയുണ്ടല്ലോ, അതിങ്ങോട്ട് കൊണ്ടുവാ. നീ സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണെങ്കിൽ. നൂഹ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി നിരത്തിയ ശിർക്കിനെതിരെ മഹാനവറുകൾ ആ സമൂഹത്തെ ബോധവൽക്കരിച്ച പ്രമാണങ്ങളോട് ബുദ്ധിപൂർവകമായിട്ട് ഇടപെടാൻ സാധിക്കാതെയായപ്പോൾ പിന്നെ പറഞ്ഞ മറുപടി എന്തായിരുന്നു? ശിക്ഷ ഉണ്ടെങ്കിൽ ഞാൻ കാണട്ടെ എന്ന് പറയാനല്ലാതെ നൂഹ് നബി തൊടുത്തുവിട്ട കൃത്യമായ യുക്തിയുടെ മുമ്പിൽ, പ്രമാണങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ ജനത അടിയറവ് പറയേണ്ടി വന്നു. മഹാന്മാരായ പ്രവാചകന്മാര് ജനങ്ങൾക്കിടയിൽ കൃത്യമായി ബുദ്ധിപൂർവകമായി ഇടപെടുന്നവരായിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകളാണ് ഇതെല്ലാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ബുദ്ധിശക്തിയെ പ്രശംസിച്ചുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, സനുഖ്രിഉക ഫലാ തൻസാ ഇല്ലാ മാ ശാ അല്ലാഹ്. നാം നിനക്ക് പാരായണം ചെയ്ത് കേൾപ്പിച്ചു തരും, നീ മറക്കൂല. ഞാൻ നിനക്ക് ഓതി കേൾപ്പിച്ചു തരും പ്രവാചകരെ, നീ മറക്കൂല. ഇല്ലാ മാ ശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ചതൊഴികെ. അല്ലാഹ് മറപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ മറക്കും. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് താങ്കൾക്ക് ഏൽപ്പിച്ചു തരുന്ന, ഓതിത്തരുന്ന ഒരു കാര്യവും നിങ്ങൾ എന്ത് ചെയ്യൂല, മറന്നുപോകൂല. ആ നിലക്കുള്ള ബുദ്ധി, വിശുദ്ധമായ തബ്ലീഗ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആവശ്യമായ പ്രമാണങ്ങളുടെ ഒരൽപ്പം പോലും അവിടുന്ന് മറന്നുപോയിട്ടില്ല, മറക്കുകയുമില്ല. അതല്ലാത്ത കാര്യങ്ങളിൽ ചില്ലറ മറവികൾ സംഭവിച്ചേക്കാം. അത് അതിന്റെ അവസരത്തിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാനുണ്ട്. ഇങ്ങനെ കൃത്യമായ യുക്തിബോധവും ബുദ്ധിവൈഭവങ്ങളും എല്ലാം പ്രവാചകന്മാരുടെ സവിശേഷതകളാണ്.
അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, മഹാന്മാരായ പ്രവാചകന്മാരിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പരമപ്രധാനമായ അവരിലുള്ള ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് അൽ ഇസ്മത്തു മിനദ് ദുനൂബ്. നമ്മളെല്ലാം അഹ്ലുസുന്ന വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളും ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്, മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും മഅസൂമുകളാണ്. എന്താണ് മഅസൂം എന്ന് പറഞ്ഞാൽ? ഇസ്മത്തുള്ളവരാണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർക്ക് പാപം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രകൃതമാണെന്നാണോ മലക്കുകളെ പോലെ? അല്ല, അവരും മനുഷ്യർ തന്നെയാണ്. പാപം ചെയ്യാൻ അവർക്ക് കഴിയും. മലക്കുകളുടെ പ്രകൃതം അങ്ങനെയല്ല. അവർക്ക് പാപം ചെയ്യാൻ കഴിയാത്ത പ്രകൃതത്തോടെയാ അവർ പടക്കപ്പെട്ടിട്ടുള്ളത് തന്നെ. അങ്ങനത്തെ ഒരു സൃഷ്ടികളാ മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന. കൽപ്പിച്ച കാര്യങ്ങളിൽ ഒന്നും അവർ എതിര് പ്രവർത്തിക്കൂല. കൽപ്പിക്കപ്പെട്ടതെന്തോ അത് താമസമിന നിർവഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണവർ. ആര്? മലക്കുകൾ. അതേ അവസരത്തിൽ മലക്കുകളല്ല മനുഷ്യരായ പ്രവാചകന്മാർ. അവർക്ക് പാപങ്ങളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതത്വം കൊടുക്കും. വൻ പാപങ്ങളോ ഒരു പാപങ്ങൾ എന്ന് പറയാവുന്ന വലിയ വലിയ സംഗതികളൊന്നും മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്നും ഉണ്ടാവില്ല. പ്രവാചകന്മാരെല്ലാം പാപ സുരക്ഷിതരാണ്. പാപങ്ങൾ എന്ന് പറയാവുന്നതോ വിളിക്കപ്പെടാവുന്നതോ ആയ സർവകാര്യങ്ങളിൽ നിന്നും അവർ സുരക്ഷിതരാണ്. ഏതുപോലെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, കസ്സിന, വ്യഭിചാരം ഒരു പ്രവാചകനിൽ നിന്നും ഉണ്ടാവില്ല. മോഷണം ഉണ്ടാവില്ല. ഒരു ചെറിയ ഒരു വസ്തുവാണെങ്കിൽ പോലും, ഒരു ധാന്യമണി പോലും അവർ മോഷ്ടിച്ചെടുക്കൂല. ചതിയും വഞ്ചനയും ഉണ്ടാവുകയില്ല. വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയോ അവയ്ക്ക് പൂജ നടത്തുകയോ അവർ ചെയ്യില്ല. മാരണ പ്രവർത്തികളിൽ അവർ ഏർപ്പെടുകയില്ല. അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ. മുറൂഅത്തിന്, ഒരു മനുഷ്യന്റെ മനുഷ്യത്വത്തിന് നിരക്കാത്ത, അയ്യേ എന്ന് തോന്നുന്ന ഒരു സ്വഭാവങ്ങളും അവരിൽ ഉണ്ടാവുകയില്ല. മറ്റുള്ളവരെ പരിഹസിക്കുക എന്നത് അവരിൽ ഉണ്ടാവില്ല. അതിന്റെ പേരിൽ അവരെ കളിയാക്കി ചിരിക്കുന്ന ഒരവസ്ഥ. ആ നിലക്കുള്ള പരിഹാസവും മറ്റുള്ള രൂപത്തിൽ കളവും അതിനോട് തുല്യമായ അതേപോലെയുള്ള ഒരു സ്വഭാവങ്ങളും അവരിൽ കാണില്ല. ജനങ്ങളുടേതായ അവരുടെ ദൃഷ്ടിയിൽ മോശമാണെന്ന് പറയാവുന്ന നിലക്കുള്ള ഒരു പാപങ്ങൾ, മ്ലേച്ഛതകൾ, വൃത്തികേടുകൾ എന്ന് പറയാവുന്ന യാതൊന്നും തന്നെ മഹാന്മാരായ പ്രവാചകന്മാരിൽ നിന്ന് സംഭവിക്കുന്നതല്ല. നുബുവത്തിന്റെ മുമ്പും ശേഷവും അള്ളാഹു അവർക്ക് പ്രത്യേകമായ കാവലുകൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു പാപങ്ങള്, വലിയൊരു പാപങ്ങൾ എന്ന് പറയാവുന്ന ഒരു സംഗതി ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ യഹൂദികളും നസ്രാനികളും, നമ്മുടെ 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന ഒരു തേട്ടമുണ്ട്. അള്ളാഹുവേ, നീ അനുഗ്രഹിച്ചവരുടെ വഴിയിലാണ് നീ ഞങ്ങളെ ചേർത്ത് തന്ന് ഉറപ്പിച്ചു നിർത്തേണ്ടത്. അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ വഴി. അത് അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സാലിഹീങ്ങളാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ, നിന്റെ കോപത്തിന് വിധേയരായവരുടെയും വഴി പഴച്ചു പോയവരുടെയും മാർഗത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് സന്മാർഗത്തിന്റെ വാഹകരായ ആളുകളുടെ മാർഗത്തിൽ നീ എന്നെ ചേർത്ത് തരണേ, അതിൽ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടിരിക്കുന്നു. ഈ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്ന യഹൂദിക്ക് അള്ളാഹുവിന്റെ ഗളബ് കിട്ടാൻ എന്താ കാരണം? എന്തേ യഹൂദി അഭിശപ്തനാവാൻ കാരണം? എന്തേ യഹൂദികൾക്ക് സംഭവിച്ചത്? ഒരുപാട് അബദ്ധങ്ങൾ, അള്ളാഹുവിന്റെ കോപം അവരിൽ ഇറങ്ങാൻ കാരണമായിട്ടുണ്ട്. ആ കാരണങ്ങളൊക്കെ ഈ ഉമ്മത്തിൽ ആരിലെങ്കിലും ഉണ്ടായാൽ അവരിലും അള്ളാഹുവിന്റെ ശാപവും കോപവും ഒതവും ഒക്കെ ഇറങ്ങുമെന്ന കാര്യത്തിൽ ആരും ശങ്കിക്കേണ്ടതില്ല, സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് നമ്മൾ അറിയണം മഹാന്മാരായ പ്രവാചകന്മാർക്കെതിരെ യഹൂദികൾ സ്വീകരിച്ച പല നടപടിക്രമങ്ങളുമുണ്ട്. അവര് പല അമ്പിയാക്കളെയും അന്യായമായി കൊന്നുകളഞ്ഞവരാണ്. യഖ്തുലൂനൽ അംബിയാ ബിഗൈരി ഹഖ്ഖിൻ, അമ്പിയായിനെ അന്യായമായി കൊന്നുകളഞ്ഞു അവർ. പലരെയും അവർ കൊന്നു, ശാരീരികമായി പീഡിപ്പിച്ചു. പലരെക്കുറിച്ചും അവർ ദുരാരോപണം പറഞ്ഞു.
പലരെക്കുറിച്ചും മ്ലേച്ഛതകൾ ആരോപിച്ചു മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച്. മുസ്ലിമീങ്ങളെ ഇസ്ലാമിലായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഇസ്സത്തും അന്തസ്സും ആ ഒരു നിലക്ക് റബ്ബിനോട് ശുക്റും പറയേണ്ടുന്ന മേഖലയാണ്. മഹാന്മാരായ ഒരൊറ്റ പ്രവാചകന്മാരെ സംബന്ധിച്ചും മോശത്തരം പറയുന്നത് പോയിട്ട് ചിന്തിക്കാൻ പോലും ഒരു മുസൽമാന് പാടില്ല. അതേ അവസരത്തിൽ റബ്ബിന്റെ ശാപവും കോപവും ഏറ്റുവാങ്ങിയ അഭിശപ്തരായ യഹൂദികൾ എന്തേ അവർക്ക് സംഭവിച്ചത്? അവരുടെ വിശുദ്ധ വേദ പുസ്തകം എന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന തൗറാത്തിലൂടെ, ബൈബിളിലൂടെ കൈക്രിയകൾ നടത്തിയിട്ട് മഹാന്മാരായ പ്രവാചകന്മാരെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട മ്ലേച്ഛതകളാണ് അവർ പറഞ്ഞു പരത്തിയിട്ടുള്ളത്. ഇന്നും ബൈബിളിൽ അത് തെളിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പോലും നമുക്ക് ഭയം തോന്നുന്ന പാപങ്ങളാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിൽ ബൈബിൾ പുസ്തകങ്ങളിൽ ആരോപിച്ചിട്ടുള്ളത്. അവിടെയാണ് മുസ്ലിമീങ്ങൾ മഹാന്മാരായ പ്രവാചകന്മാരോട് കാണിക്കുന്ന ആദരവിന്റെയും ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും മഹാത്മ്യം നമ്മൾ വായിച്ചെടുക്കേണ്ടത്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ, എന്തിനായി ഇവരിതൊക്കെ ചെയ്തത്? യഹൂദികൾ ചെയ്യുന്ന സർവ്വ തോന്നിവാസങ്ങൾക്കും തെളിവുണ്ടാക്കണം. വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് അവരുടേതായ മ്ലേച്ഛതകൾക്കും അവരുടേതായ ദുസ്വഭാവങ്ങൾക്കും ഒരു തെളിവുണ്ടാക്കിയിട്ട് മഹാന്മാരായ ആളുകളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്നതിന് നിങ്ങൾ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമെന്തെന്ന് ആളുകളുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടിയിട്ടാണ് യഹൂദ റബ്ബിമാർ ബൈബിളിൽ കൈകടത്തിയിട്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ നേരെ ആക്ഷേപത്തിന്റെയും ആരോപണങ്ങളുടെയും കൂരമ്പുകൾ എഴുതിവിട്ടത് എന്ന് കൃത്യമായി ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചില ഉദാഹരണങ്ങൾ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അവരുടെ ഉൽപ്പത്തി എന്ന പുസ്തകത്തിന്റെ 9-ാമത്തെ അധ്യായത്തിൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മദ്യപാനിയായ നിലക്കാണ്. വരികൾ നോക്കൂ. നോഹ് കർഷകനായിരുന്നു. മുന്തിരിത്തോട്ടം ആദ്യമായി നട്ടുപിടിപ്പിച്ചത് അയാളായിരുന്നു. നോഹ വീഞ്ഞു കുടിച്ച് ലഹരി ബാധിച്ച് നഗ്നനായി കൂടാരത്തിൽ കിടന്നു. പിതാവിന്റെ നഗ്നത കണ്ടിട്ട് കാനാന്റെ പിതാവായ ഹാം വെളിയിൽ ചെന്ന് മറ്റു 2 സഹോദരന്മാരോട് വിവരം പറഞ്ഞു. അങ്ങനെ മറ്റു 2 മക്കളെയും കൂട്ടിയിട്ട് ഒരു വസ്ത്രം എടുത്ത് ഇരുവരുടെയും തോളുകളിലായിട്ട് പിറകോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറച്ചു എന്നാണ് ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നൂഹ് നബി അലൈഹിസ്സലാമിനെ എന്താ കുടിച്ച് ലക്ക് കെട്ടിട്ട് തുണിയും കൂടി ശരീരത്തിൽ ഇല്ലാതെ അങ്ങനെ കൂടാരത്തിൽ കിടക്കുക. മക്കള് കണ്ടിട്ട് ബാപ്പ കുടിച്ച് പൂസായി കിടക്കുന്നുണ്ടല്ലേ അയ്യേന്നും പറഞ്ഞിട്ട് നാണത്തിലേക്ക് നോക്കാൻ കഴിയാതെ കണ്ണു ചെമ്പിയിട്ട് ഒരു വസ്ത്രം കൊണ്ടുവന്നിട്ട് നേർക്കുനേരെ ബാപ്പയെ നോക്കാൻ വയ്യാഞ്ഞിട്ട് പിറകോട്ട് ഇങ്ങനെ നടന്നിട്ട് ആ വസ്ത്രം ബാപ്പാന്റെ മേലിൽ നഗ്നത മറക്കാൻ മക്കൾ ഇട്ടുകൊടുക്കേണ്ടി വന്നു. ആ നിലക്ക് കുടിച്ച് പൂസായി കിടക്കുന്ന ഒരാളെയാണ് ഉൽപ്പത്തി പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അതേ അവസരത്തിൽ മഹാനായ റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, ആ ജനത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പിഴച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങൾക്ക് കൊടുത്ത മറുപടി എന്താ? قال يا قوم ليس بي ضلالة ولكني رسول من رب العالمين. എന്റെ ജനങ്ങളെ, എന്നിൽ ഒരു വഴികേടുമില്ല. ഞാൻ ഒരു വഴികേടിലും അല്ല. ഞാൻ റബ്ബുൽ ആലമീനിൽ നിന്നുള്ള ദൂതനാകുന്നു എന്നാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം സമൂഹത്തിന് തന്നെ പരിചയപ്പെടുത്തി. നൂഹ് നബിയെ കുറിച്ച് മാത്രമല്ല, പല പ്രവാചകന്മാരെ കുറിച്ച് മോശത്തരങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരിൽ മഹാനായ റുജുമാനസനായ ഏറ്റവും അള്ളാഹുവിന്റെ ഖലീലായ കൃത്യമായി അള്ളാഹുവിന്റെ ദീനിന് വഴിപ്പെട്ട വളരെയേറെ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ കേൾക്കുന്ന മാത്രയിൽ ഏത് പരീക്ഷണങ്ങളിലും പതറാതെ പിടിച്ചു നിന്ന അള്ളാഹുവിന് സമ്പൂർണനായി കീഴ്പ്പെട്ട മഹാനായ ഒരു പ്രവാചകനായ സത്യസന്ധനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, സന്മാർഗനിഷ്ഠനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ബൈബിളിൽ എഴുതിവിട്ടതെന്താ? തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ഭാര്യയെ അന്യ പുരുഷന്റെ കിടപ്പറയിലേക്ക് അയച്ച പണിയെടുത്ത ആളാണ്.
തനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ഭാര്യയെ അന്യൊരുത്തന്റെ കിടപ്പറയിലേക്ക് പറഞ്ഞയച്ചിട്ട് തനിക്ക് രക്ഷപ്പെടാൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിച്ചയാളാണ്. മാത്രല്ല ഭാര്യയെ ക്രൂരമായി മർദ്ദിക്കാൻ കൂട്ടുനിന്ന ആളായിരുന്നു എന്ന നിലക്കും ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായത്തിലും 12-ാമത്തെ അധ്യായത്തിലുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും വിട്ടിട്ടില്ല. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സമകാലികനായിരുന്ന മഹാനായ പ്രവാചകനാണ് ലൂത്ത് അലൈഹിസ്സലാം. തന്റെ സമൂഹമായിരുന്ന സദോം നിവാസികളിൽ പ്രകടമായിരുന്ന ഏറ്റവും മ്ലേച്ഛമായ പ്രവർത്തനം, സ്വർഗരതി എന്ന് പറയുന്ന, ലോകത്ത് നിങ്ങൾക്ക് മുമ്പ് ആരും ഈ പണി ചെയ്തിട്ടില്ല, ജനങ്ങളെ വിട്ടുനിൽക്കൂ ഈ നീചമായ പ്രവൃത്തിയില്ലെന്നു പറഞ്ഞുകൊണ്ട് തന്റെ സമൂഹത്തിന് ധാർമ്മികമായ നിലക്കുള്ള ഉത്തുംഗമായ പദവിയിലേക്ക് വേണ്ട രൂപത്തിലുള്ള ധാർമ്മിക സന്ദേശങ്ങൾ പകർന്നുകൊടുത്ത മഹാനായ ഒരു പ്രവാചകനെ പോലും ഇവർ വിട്ടില്ല. അല്ലാഹു അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها من أحد من العالمين إنكم لتأتون الرجال شهوة من دون النساء بل أنتم قوم مسرفون. സൂറത്തുൽ അഅറാഫ് 80-81 ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു. ലൂത്ത് നബി അദ്ദേഹത്തിന്റെ ജനതയോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഒരാളും ചെയ്തിട്ടില്ലാത്ത വൃത്തികെട്ട പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്ത്? നിങ്ങൾ പുരുഷന്മാരെ നിങ്ങളുടെ കാമപൂർത്തീകരണത്തിന് വേണ്ടി സ്ത്രീകളെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കാമപൂർത്തീകരണത്തിന് പുരുഷന്മാരെ സമീപിക്കുന്നു. വല്ലാത്തൊരു അതിരിവിട്ട ജനതയാണ് നിങ്ങൾ. ഒരു സമൂഹത്തിന്റെ ലൈംഗികമായ അരാജകത്വത്തിനെതിരെ, വൃത്തികേടുകൾക്കെതിരെ, വ്യഭിചാരത്തിനെതിരെ, മോശത്തരങ്ങൾക്കെതിരെ ധർമ്മവിപ്ലവം നയിച്ചിട്ടുള്ള മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകനെ വിശുദ്ധനും നീതിമാനുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വ്യക്തിജീവിതം അധാർമികതയും മ്ലേച്ഛവുമായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇതേ ഉൽപ്പത്തി പുസ്തകം, ബൈബിളിലെ പുസ്തകം ശ്രമിച്ചിട്ടുള്ളത്. ആ വരികൾ നമ്മൾ ഒന്ന് കേട്ടു നോക്കുന്നു. എന്താ അവർ എഴുതി വെച്ചത് ഉൽപ്പത്തി പുസ്തകത്തിൽ? ലോത്തിന്റെ മൂത്ത പുത്രി ഇളയവളോട് പറഞ്ഞു. ലൂത്ത് അലൈഹിസ്സലാമിന്റെ 2 മക്കൾ പരസ്പരം നടത്തുന്ന സംഭാഷണം. അതിൽ മൂത്ത പുത്രി ഇളയവളോട് പറയണം, നമ്മുടെ പിതാവ് വൃദ്ധനായിരിക്കുന്നു. ഭൂമിയിലെ നടപ്പനുസരിച്ച് നമ്മോട് ഇണചേരുവാൻ ഭൂമിയിൽ ഒരു പുരുഷനും ഇല്ല. നമ്മളോട് ഇണചേരാൻ ഭൂമിയിൽ ആണുങ്ങൾ ആരുമില്ല. അതുകൊണ്ട് വാ, നമുക്ക് പിതാവിനെ വീഞ്ഞു കുടിപ്പിക്കാം, പിതാവിനോടൊപ്പം ശയിച്ച് പിതാവിൽ നിന്ന് സന്തതികളെ നേടാം. അന്ന് രാത്രി അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. മൂത്തപുത്രി അകത്ത് ചെന്ന് പിതാവിനോടൊപ്പം ശയിച്ചു. അവൾ എപ്പോൾ വന്നു ശയിച്ചെന്നോ എപ്പോൾ എഴുന്നേറ്റ് പോയെന്നോ ഒന്നും അയാൾ അറിഞ്ഞില്ല. അടുത്ത ദിവസം മൂത്തവൾ ഇളയവളോട് പറഞ്ഞു, ഇന്നലെ ഞാൻ നമ്മുടെ പിതാവിനോടൊപ്പം ശയിച്ചു, ഇന്ന് രാത്രിയും നമുക്ക് പിതാവിനെ വീഞ്ഞു കുടിപ്പിക്കാം. അനന്തരം നീ അകത്തു പോയി പിതാവിനോടൊപ്പം ശയിച്ച് നമ്മുടെ പിതാവിലൂടെ നമുക്ക് സന്തതികളെ നേടുക. അന്ന് രാത്രിയും അവർ പിതാവിനെ വീഞ്ഞു കുടിപ്പിച്ചു. ഇളയ പുത്രി എഴുന്നേറ്റ് ചെന്ന് അയാളുടെ കൂടെ ശയിച്ചു. അവൾ എപ്പോൾ വന്നു ശയിച്ചെന്നോ എപ്പോൾ എഴുന്നേറ്റ് പോയെന്നോ ഒന്നും അയാൾ അറിഞ്ഞില്ല. അങ്ങനെ ലോത്തിന്റെ 2 പുത്രിമാരും പിതാവിനാൽ ഗർഭിണികളായി. നോക്കൂ നിങ്ങൾ, മഹാനായ ഒരു പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ ഇവർക്ക് ഇതേ കിട്ടിയുള്ളൂ. അത്ര വൃത്തികെട്ട വാക്കുകൾ. സ്വന്തം പിതാവിനെ മക്കൾ വീഞ്ഞു കുടിപ്പിക്കുന്നു, കിടപ്പറ പങ്കിടുന്നു, ഗർഭം ധരിക്കുന്നു. അത്ര മ്ലേച്ഛമായിക്കൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 19-ാമത്തെ അധ്യായം 31 മുതൽ 36 വരെയുള്ള വചനങ്ങളിലൂടെ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ഇവരൊക്കെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വന്തം ദുർവൃത്തികൾക്ക് ന്യായീകരണം കണ്ടുപിടിക്കാൻ, വലിയവന്മാരായിരുന്ന ആളുകളെടുത്തൊക്കെ അങ്ങനെ പറ്റിപ്പോയെങ്കിൽ ഞങ്ങളിൽ നിന്നൊക്കെ അങ്ങനെ പറ്റിപ്പോകുന്നത് നിങ്ങൾ എന്തിന് കുറ്റം പറയുന്നു എന്ന് പിൽക്കാലത്ത് ന്യായീകരണം കണ്ടെത്താനുള്ള ഏറ്റവും വൃത്തികെട്ടവരടവായിരുന്നു യഹൂദ റബ്ബിമാർ മഹാന്മാരായ പ്രവാചകന്മാരോടുള്ള ആരോപണങ്ങളിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും വിട്ടിട്ടില്ല. യാക്കൂബ് നബിയെ കുറിച്ച് പറഞ്ഞതെന്താ? സ്വന്തം സഹോദരനെ ചതിച്ചു, പിതാവായ ഇസ്ഹാക്കിൽ നിന്ന് ആനുകൂല്യങ്ങൾ തട്ടിയെടുത്തു എന്നാണ്. സ്വന്തം സഹോദരന് കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ ആ സഹോദരനാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാപ്പന്റെ അടുത്ത് ചെന്ന് ആൾമാറാട്ടം നടത്തിയിട്ട് ആനുകൂല്യങ്ങൾ ചതിച്ച് പറ്റിച്ചെടുത്തയാളായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 27-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. യാക്കൂബ് നബിയെ വിട്ടിട്ടില്ല.
മാത്രമല്ല തന്റെ ഭാര്യാപിതാവിന്റെ കാലി സമ്പത്ത് മുഴുവൻ ഒരു സൂത്രം ഉപയോഗിച്ചുകൊണ്ട് യാക്കോബ് കൈവശപ്പെടുത്തി എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ 30-ാമത്തെ അധ്യായം 37 മുതൽ 43 വരെയുള്ള വചനങ്ങളിലും മക്കളെ കൊണ്ട് നഗരം കൊള്ളയടിപ്പിച്ചു എന്നുമൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 34-ാം അധ്യായത്തിന്റെ 25 മുതൽക്കുള്ള വചനങ്ങളിലും യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തികളായിട്ട് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ചൊക്കെ എന്താ പറഞ്ഞത്? സൂറത്തുൽ അംബിയാ, അംബിയാക്കളുടെ പേരിൽ തന്നെയുള്ള സൂറത്തിന്റെ 72-ാമത്തെ ആയത്തിൽ കാണാം, വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ നാഫില വകുല്ലൻ ജഅൽനാ സാലിഹീൻ. ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബി അലൈഹിസ്സലാം അവരെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? എല്ലാവരും സദ്വർത്തരായി, എല്ലാവരും നല്ല മനുഷ്യന്മാരായിരുന്നു, സാലിഹീങ്ങളായിരുന്നു. മൂസാ നബിയെയും വിട്ടിട്ടില്ല. മൂസാ നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? വിഗ്രഹങ്ങൾ നിർമ്മിച്ചു എന്ന് കളവ് പറഞ്ഞുണ്ടാക്കി. വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, മോശെ വിഗ്രഹം നിർമ്മിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞിരുന്നറിയോ? മോശ സീനായി പർവ്വതത്തിലേക്ക് പോയ അവസരത്തിൽ ഇസ്രായേല്യർക്ക് അവരുടെ ആവശ്യപ്രകാരം സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ നിർമ്മിച്ച് ആരാധിക്കാനായി നൽകിയത് മോശയുടെ കൂട്ടാളിയും പ്രവാചകനുമായ അഹറോനായിരുന്നുവെന്നാണ് പുറപ്പാടിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂസയും നിർമ്മിച്ചു. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി സീനാമലയിലേക്ക് പോയ അവസരത്തിൽ പ്രതിനിധിയായി ചേരുന്ന ഹാറൂണും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആളുകൾക്ക് പൂജിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവരുടെ കൂട്ടത്തിൽ വൃത്തികെട്ടവനായ സാമിരി എന്ന് പറയുന്ന ഒരുവനാണ് ഇങ്ങനെ ലോഹങ്ങളെല്ലാം കൂടി ഉരുക്കി തീയിൽ എന്ന ഒരു കാളക്കുട്ടിയുടെ മോഡൽ ഉണ്ടാക്കിയിട്ട് ഭജനക്കും ആരാധനക്കും വേണ്ടി നിർമ്മിച്ചെടുത്തത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതേ ആരോപണമാണ് മഹാനായ, അതേ രൂപത്തിലുള്ള പ്രവൃത്തിയാണ് മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ബൈബിൾ ചാർത്തി കൊടുത്തിരിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ പറഞ്ഞതിനും കണക്കില്ല. മഹാന്മാരായ പ്രവാചകന്മാരെ വിട്ടിട്ടില്ല. ശാമുവേലിന്റെ 2-ാം പുസ്തകം എന്ന് പറയുന്ന അവരുടെ ബൈബിളിലുള്ള പുസ്തകത്തിൽ വമ്പിച്ച അധർമ്മങ്ങളാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞ കഥ എന്നറിയോ? ഒരു ദിവസം ദാവൂദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തുകയായിരുന്നു. ബൈബിളിലെ കഥ. ഒരിക്കൽ ദാവീദ് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. ദാവീദ് ആളയച്ച് അവളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് തന്റെ പടയാളിയായ ഊറിയ എന്ന് പറയുന്ന ഭാര്യ, അയാളുടെ ഭാര്യ ബത്ശേബയാണതെന്ന് മനസ്സിലായി. എന്റെ പട്ടാളത്തിലെ ഊറിയ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനുണ്ട്, അയാളുടെ ഭാര്യയാണെന്ന് മനസ്സിലായി. ഉടനെ എന്ത് ചെയ്തു? ദൂതന്മാരെ അയച്ച് ദാവീദ് അവളെ തന്റെ കിടപ്പറയിലേക്ക് വരുത്തി. ദാവീദ് അവളോടൊപ്പം ശയിച്ചു. സ്വഭവനത്തിലേക്ക് മടങ്ങിയ അവൾ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണെന്ന കാര്യം ദാവീദിനെ അറിയിച്ചു. ഈ സമയത്ത് യുദ്ധഭൂമിയിലായിരുന്ന ഊറിയായെ ദാവൂദ് കൊട്ടാരത്തിലേക്ക് വരുത്തി. അയാളെ സ്വന്തം ഗൃഹത്തിലേക്ക് പറഞ്ഞയച്ച് തന്റെ കുഞ്ഞിന്റെ പിതൃത്വം പടയാളിയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. പക്ഷേ ഊറിയ വീട്ടിൽ പോകാൻ തയ്യാറായില്ല. ആ ശ്രമം പരാജയപ്പെട്ടു. തോന്നിവാസങ്ങൾ നോക്കൂ. പിറ്റേന്ന് പ്രഭാതത്തിൽ ദാവീദ് ഊറിയായെ യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. പെണ്ണിനെ സ്വന്താക്കണ്ടേ? പെണ്ണിനെ സ്വന്താക്കാൻ എന്താ മാർഗം? തന്ത്രം പ്രയോഗിക്കുകയാണ് ദാവൂദ്. എന്ത്? അയാളുടെ കൈവശം സേനാനായകനായ യോവാബിന് ഒരു കത്തും കൊടുത്തു വിട്ടു. കത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി. എന്താ എഴുതിയത്? സേനാനായകനെ ഈ ഊറിയ എന്ന് പറയുന്ന പടത്തളവന്റെ കയ്യിൽ തന്നെ ഒരു കത്ത് കൊടുത്തയക്കുകയാണ്. എന്നിട്ട് സേനാനായകനോട് ദാവീദ് പറഞ്ഞു പോലും, പൊരിഞ്ഞ യുദ്ധം നടക്കുന്നിടത്ത് മുൻനിരയിൽ ഈ പടയാളിയെ നിർത്തണം. പൊരിഞ്ഞ യുദ്ധം നടക്കുന്നിടത്ത് പടയാളിയെ ഊറിയയെ നിങ്ങൾ നിർത്തണം. പിന്നീട് അയാളിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. അയാൾ വെട്ടേറ്റ് വീണ് മരിക്കണം. ഒരാളുടെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടി അയാളെ പടക്കളത്തിലേക്ക് ഇറങ്ങിയിട്ട് ഏറ്റവും അപകടമുള്ള ഡേഞ്ചറായ അണിയിലേക്ക് മാറ്റി നിർത്തിയിട്ട് അയാളെ കൊല്ലിച്ചിട്ട് അയാളെ ഭാര്യയെ സ്വന്തമാക്കിയ ആളാണ് ദാവീദ് എന്നാണ് ബൈബിൾ പുസ്തകം പറയുന്നത്. ശാമുവേൽ 2, ശാമുവേൽ 11-ാമത്തെ അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ. കൽപ്പന പോലെ സേനാനായകൻ പ്രവർത്തിച്ചു എന്നാ പറയുന്നത്. ഊറിയ എന്ന് പറയുന്ന പടത്തലവൻ കൊല്ലപ്പെട്ടു. വിലാപകാലത്തിന് ശേഷം ഊറിയായുടെ ഭാര്യയെ തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് അവൾ അയാളുടെ ഭാര്യയാവുകയും ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. നോക്കണം, എത്ര വൃത്തികേടാണ് ഒരു മഹാനായ വ്യക്തിത്വത്തിന്റെ പേരിൽ ബൈബിൾ ചാർത്തി കൊടുത്തത്. ഇവർക്ക് എന്തും പറയാം.
യാതൊരു നിലക്കും അമ്പിയാക്കളെ കൊന്നുകളഞ്ഞൊരു സമൂഹത്തിന് പിന്നെ അവരുടെ പേരിൽ ദുരാരോപണങ്ങൾ പറയുന്നതിൽ എന്ത് വിഷമിക്കാനാവും? അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ആരെയും ചീത്ത പറയുന്നില്ല. ഒരൊറ്റ പ്രവാചകനെ സംബന്ധിച്ചു പോലും ബഹുമാനത്തോടെ അല്ലാതെ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. മുഴുവൻ പ്രവാചകന്മാർക്ക് വേണ്ടിയും അലൈഹിസ്സലാം എന്ന് അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സംസ്കാരമേ മുസ്ലിമീങ്ങൾക്കുള്ളൂ. എന്ത് തന്നെ നമ്മുടെ പ്രവാചകനെ സംബന്ധിച്ച് ആര് പറഞ്ഞാലും പറഞ്ഞവന്റെ മതത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനെ പോലും നാം ആരും ശകാരിച്ചിട്ടില്ല, ശകാരിക്കാൻ പാടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അത് അനുവദനീയവുമല്ല. അത്ര കൃത്യമാണ് മുസ്ലിമീങ്ങളുടെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ ദാവീദിന്റെ മക്കൾ നടത്തിയ തോന്നിവാസങ്ങൾക്ക് കയ്യും കണക്കുമില്ല എന്നാണ് പഴയ നിയമം നോക്കിയാൽ മനസ്സിലാവുക. അവര് ചെയ്തിട്ടുള്ള സർവ്വ തെമ്മാടിത്തങ്ങൾക്കും ബലാത്സംഗത്തിനും കൊള്ളിവെപ്പുകൾക്കും അതുപോലെയുള്ള സ്വന്തം പിതാവിന്റെ ഭാര്യമാരോട് വരെ കിടപ്പറ പങ്കിടുന്നത് വരെ ദാവീദ് നോക്കിയിരുന്നു. അവർക്കെതിരെ ഒന്നും ചെയ്തില്ല എന്ന് വരുത്തി തീർക്കുന്ന നിലക്കാണ് ഈ ശാമുവേൽ പുസ്തകങ്ങളിൽ ദാവീദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെയും വിട്ടിട്ടില്ല. സോളമൻ എന്നവർ പരിചയപ്പെടുത്തുന്ന സുലൈമാൻ അലൈഹിസ്സലാം എന്ന് ലോക മുസ്ലിമീങ്ങൾ ബഹുമാനത്തോടുകൂടി വിളിക്കുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഇതുപോലെയുള്ള ദുർവൃത്തികൾ അവർ ആരോപിച്ചിട്ടുണ്ട്. അന്യജാതിക്കാരായ സ്ത്രീകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് അന്യദേവതമാരെ പൂജിക്കുന്ന ശിർക്കൻ പ്രവർത്തനം വരെ മഹാനായ സുലൈമാൻ നബിയിൽ ഇവർ ചാർത്തിയിരിക്കുകയാണ്. അത്രത്തോളം യഹൂദ റബ്ബിമാർ മഹാന്മാരുടെ വ്യക്തിത്വങ്ങളെ കളങ്കപ്പെടുത്തി ചരിത്രം രചിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു പറഞ്ഞതെന്താണ്? വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. ദാവൂദിനും സുലൈമാനും ഒക്കെ നാം വ്യക്തമായ അറിവ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിനെ സത്യവിശ്വാസികൾക്കിടയിൽ അവർക്ക് കിട്ടിയ ഫضലിന്റെ പേരിൽ, ശ്രേഷ്ഠതയുടെ പേരിൽ സ്തുതി അർപ്പിച്ചവരാണ്. ഒന്നും അവരിൽ ഒരു മോശത്തരവും ഉണ്ടായിട്ടില്ല. വവഹബ്നാ ലിദാവൂദ സുലൈമാൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ദാവൂദിന് നാം സുലൈമാനെ കൊടുത്തു. എന്തൊരു നല്ല അടിമ! നിഅമൽ അബ്ദ്, എത്ര നല്ല അടിമയാണ് സുലൈമാൻ. ഇന്നഹു അവ്വാബ്, റബ്ബിലേക്ക് ഏറെ എപ്പോഴും ഇങ്ങനെ കേരിച്ചു മടങ്ങിക്കൊണ്ടിരിക്കുന്ന, അത്രത്തോളം അല്ലാഹുവിലേക്ക് അടുപ്പം സിദ്ധിച്ചിട്ടുള്ള ഒരു മഹാനായിരുന്നു സുലൈമാൻ അലൈഹിസ്സലാം. അവരെയാണ് വികൃതമാക്കിയത് ബൈബിൾ. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പോലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ക്ഷിപ്രകോപിയായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു അതിന് നേരെ എതിര് പറയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ ആ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, വബർറം ബിവാലിദതി, എന്റെ മാതാവിനോട് ഏറ്റവും നന്മ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലും അവരതാ മറ്റു പല താല്പര്യങ്ങൾക്ക് വേണ്ടി വെറുതെ വിട്ടിട്ടില്ല. ഉമ്മ കാണാൻ വന്നപ്പോ ഹേ സ്ത്രീ എന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി ബഹുമാനമില്ലാതെ വിളിച്ചയാളാണ് യേശു എന്ന് അവർ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. മഹാനായ ഒരു പ്രവാചകൻ ആ പ്രവാചകൻ എടുത്ത് പറഞ്ഞതുപോലും വബർറം ബിവാലിദതി. ഒരു സാധാരണ മനുഷ്യൻ പോലും ഒരു ഉമ്മ വന്ന് നോക്കുമ്പോ പെടി പെണ്ണേ, ഹേ സ്ത്രീ എന്ന് അഭിസംബോധന ചെയ്യൂല. അതാണ് മഹാനായ ഒരു വ്യക്തിത്വത്തിന്റെ പേരിൽ. ഏത് വ്യക്തിത്വം? തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചപ്പോൾ പോലും പറഞ്ഞത് എന്താണ്? ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം يجعلني جبارا شقيا والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا ذلك عيسى بن مريم. هذا مريم ന്റെ പുത്രൻ ഈസ. മഹത്വങ്ങൾ മാത്രം പറയപ്പെടാനുള്ള ഈസ. എന്നിട്ട് അങ്ങനെ മഹാന്മാരെ കുറിച്ചൊക്കെ മോശമായ നിലക്ക് വീഞ്ഞുണ്ടാക്കി കുടിപ്പിച്ചു എന്നും മദ്യം വിളമ്പിയെന്നും മദ്യം കുടിച്ചു എന്നൊക്കെ പറയുന്ന ആളാണ്. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം മാതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഹേ സ്ത്രീ എന്ന് വിളിച്ചിട്ടില്ല, മദ്യം നുണഞ്ഞിട്ടില്ല, വീഞ്ഞു കുടിച്ചിട്ടില്ല, കുടിപ്പിച്ചിട്ടില്ല. ഏറ്റവും പരിശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്.
വിശുദ്ധ ഖുർആൻ അമ്പിയാക്കളെ കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടാണ് എല്ലാവരെ കുറിച്ചും പറഞ്ഞത്. അവരൊക്കെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകാൻ മാത്രം പോകുന്ന മാന്യന്മാരാണ്, മാതൃകാ നേതാക്കളാണ്, ഇമാമുകളാണ്. വജഅൽനാഹും അഇമ്മതൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാത്തി വഈതാഅസ് സകാത്തി വകാനൂ ലനാ ആബിദീൻ. സൂറത്തുൽ അംബിയായിലെ 73-ാമത്തെ ആയത്ത്. അമ്പിയാക്കളെ മുഴുവനും നാം നിശ്ചയിച്ചിരിക്കുന്നത് അഇമ്മത്തൻ, നേതാക്കളാണ്, ഇമാമീങ്ങളാണ്. യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം അവർ വഴി കാണിക്കുന്നു. അള്ളാന്റെ നമ്മുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വഴി കാണിച്ചിരുന്ന മാതൃകായോഗ്യരായ ആളുകളാണ്. ഈ പരിചയപ്പെടുത്തുന്ന പോലെയുള്ള തെമ്മാടികളല്ല, ഒരു മഹാന്മാരാണ്. അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ നാം ബോധനം കൊടുത്തിട്ടുണ്ട്, നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെയും ആബിദീൻ, നമുക്ക് വളരെ നല്ല നിലക്ക് ഇബാദത്ത് എടുക്കുന്ന ആബിദീങ്ങളായിരുന്നു. അംബിയായിന്റെ പേരിൽ തന്നെയുള്ള സൂറത്തിന്റെ 73-ാമത്തെ ആയത്ത്. മാത്രമല്ല സൂറത്തുൽ അൻആമിലെ 95-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയുന്നു, 90-ാമത്തെ ആയത്തിൽ ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, ഇവരൊക്കെ അല്ലാഹുവിന്റെ സന്മാർഗം കിട്ടിയിട്ടുള്ള നേതാക്കളാണ്. ആ നേതാക്കളെ, അവരുടെ സന്മാർഗത്തെ നീയും പിൻപറ്റിക്കോളൂ നബിയേ. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, മുൻകഴിഞ്ഞിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളും സന്മാർഗത്തിന്റെ നേതാക്കളാണ്, അവരെ പിൻപറ്റണം നബിയേ. തീർന്നില്ല. സൂറത്തുൽ അംബിയായിൽ വീണ്ടും അല്ലാഹ് പറഞ്ഞു, മഹത്വം പറഞ്ഞു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. അവരൊക്കെ സൽക്കർമ്മങ്ങളിൽ വളരെ ധൃതിപ്പെട്ടു പോകുന്ന ആളുകളായിരുന്നു, തോന്നിവാസികളല്ല, തെറ്റ് ചെയ്യുന്നവരല്ല. അവര് നന്മയുടെ കാര്യങ്ങളിൽ മുന്നേറുന്നവരായിരുന്നു. നമ്മോട് വളരെ പ്രതീക്ഷയോടെ ഭയത്തോടെ നമ്മെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവര് നമ്മോട് വളരെയേറെ ഭയഭക്തിയോടെ ജീവിച്ചവരായിരുന്നു. ഇതാണ് അമ്പിയാക്കളെ കുറിച്ചുള്ള മുസ്ലിമീങ്ങളുടെ വിശ്വാസം. ഇസ്മത്ത് ഉണ്ടവർക്ക്, പാപ സുരക്ഷിതരാണവർ, അവരിൽ നിന്ന് ഒന്നും സംഭവിക്കില്ല. എന്നാൽ മാനുഷികമായ ചില്ലറ വീഴ്ചകൾ അവരിൽ നിന്ന് സംഭവിക്കാം. അതൊരു പാപമല്ല, അതൊരു പാപമായിട്ടല്ല, അതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കപ്പെടാവതല്ല. മാനുഷികമായ ചില ചില്ലറ അബദ്ധങ്ങൾ അതവർ മനുഷ്യരാണെന്ന് സ്ഥിരീകരിക്കുക, അതല്ലാതെ അവരുടെ പ്രവാചകത്വത്തിനോ മാനുഷികമായ മഹത്വത്തിനോ ഈ വീഴ്ചകൾ ഒരു നിലക്കും പോറലേൽപ്പിക്കുന്നില്ല. എന്താ കാരണം? കുറ്റകരമായതോ ശിക്ഷാർഹമോ ആയ ഒരു പാപവും അവരിൽ നിന്ന് സംഭവിക്കൂല. അവരുടെ ഉന്നത പദവിയെ കണക്കിലെടുക്കുമ്പോൾ അതിന് അനുയോജ്യമല്ലാത്തതായി കണക്കാക്കപ്പെടുന്ന ചില മര്യാദക്കുറവുകൾ, അവർക്ക് പിണഞ്ഞേക്കാവുന്ന നിസ്സാരമായ അബദ്ധങ്ങൾ, അതൊക്കെ വലിയ കാര്യമായിട്ടാണ് പലപ്പോഴും ഖുർആൻ എടുത്തു പറയുക. കാരണം വലിയ ആളുകളിൽ നിന്നുണ്ടാകുന്ന നിസ്സാര കാര്യങ്ങൾ ഇത് ഖുർആൻ അത് ദൻബ് എന്ന നിലക്ക് പറയും. പക്ഷേ അതൊരു വാസ്തവത്തിൽ അത് അവരെ സംബന്ധിച്ച് എന്തല്ല, ഒരു ശിക്ഷാർഹമായ നിലക്കുള്ള ഒരു വലിയ പാപങ്ങളല്ല. അങ്ങനത്തൊന്നും അവരിൽ നിന്ന് സംഭവിക്കൂല. ഈ നിസ്സാരമായ അബദ്ധങ്ങൾ പോലും അവരിൽ നിന്ന് വന്നാൽ അവർക്കുള്ള പ്രത്യേകത എന്താ? അതിലവർ ഉറച്ചു നിൽക്കേ, തുടരുമൊന്നുമില്ല. ഉടനെ തന്നെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് എന്ത് കിട്ടും? മുന്നറിയിപ്പ്. ഇതാ സംഭവിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവർ തിരുത്തും, ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തും, ഉടനെ തന്നെ വല്ലതും സംഭവിച്ചോ എന്ന നിലക്ക് അള്ളാഹുവിനോട് കേരിച്ചു മടങ്ങും. അതായിരുന്നു മഹാന്മാരായ അമ്പിയാക്കളുടെ ശുദ്ധ പ്രകൃതം. ആ നിലക്കുള്ള ചില അബദ്ധങ്ങൾ, ചില്ലറ നിസ്സാരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത്. അതുപോലെ തന്നെ നോഹ് നബി അലൈഹിസ്സലാം മകന് വേണ്ടി ചോദിക്കരുത് എന്നുള്ള പറഞ്ഞിരുന്നു. മകന് വേണ്ടി ചോദിച്ചു. അല്ലാഹ് പറഞ്ഞു, ആവശ്യമില്ലാത്തത് ചോദിക്കരുത്. മഹാനായ നോഹ് നബി അലൈഹിസ്സലാം ഉടനെ തന്നെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പടച്ചോനെ പൊറുക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അതുപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാം പ്രവാചകനാകുന്നതിന്റെ മുമ്പ് സംഭവിച്ച ഒരു കയ്യബദ്ധം, അതിന് നബുവത്ത് കിട്ടിയിട്ടില്ല. തന്റേതായ വർഗത്തിൽപ്പെട്ട ഒരാളും മറ്റൊരാളും തമ്മിൽ അടിപിടി കൂടുമ്പോൾ മറ്റേയാളെ സഹായത്തിന് വിളിച്ചപ്പോ മൂസ നബി അലൈഹിസ്സലാം ചെന്നു, ഒന്ന് പിടിച്ചു മാറ്റിയപ്പോ ഒരു ഊക്കോടെ ഒരു ഇടി വെച്ചു കൊടുത്തു, അയാൾ മരിച്ചു. നബി ആയിട്ടില്ല എന്ന്. അബദ്ധമാണ് സംഭവിച്ചത്. അബദ്ധത്തിൽ സംഭവിച്ച ഒരു അബദ്ധം, മനഃപൂർവ്വമല്ല. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാം വിധി പ്രസ്താവിച്ചപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞിടത്തേക്ക് എത്തിയില്ല.
അദ്ദേഹത്തിന്റെ വിധിയിൽ അദ്ദേഹത്തിന് തന്നെ തോന്നി ഇത് ശരിയായില്ല, എന്റെ വിധിയിൽ ഒരു പെശക് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ തേൻ കുടിക്കുകയില്ല എന്ന തീരുമാനമെടുത്തപ്പോൾ യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു, എന്തിനാ പ്രവാചകരെ അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ നിങ്ങൾ നിഷിദ്ധമാക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതും ബദറിലെ പോർക്കളത്തിൽ പിടിക്കപ്പെട്ട ബന്ദികളുടെ കാര്യത്തിൽ എടുത്ത തീരുമാനത്തിൽ സംഭവിച്ച ഒരു നിസ്സാരമായ പെശകും, അതുപോലെ തന്നെ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കയറി വന്നപ്പോ നാട്ടിലെ പ്രമാണിമാരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടക്ക് ആ വന്നയാളെ ഒരല്പം പരിഗണിക്കപ്പെടാതെ പോയോ എന്ന നിലയ്ക്ക് അല്ലാഹു അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ ഈ നിലക്കുള്ള നിസ്സാരമായ നിലക്കുള്ള ചില്ലറ വീഴ്ചകളിലാണ് പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ആ ചില്ലറ നിസ്സാര അബദ്ധങ്ങൾ പോലും അവരിൽ തുടരൂല, നീണ്ടു നിൽക്കൂല. ഉടനെ അവർക്ക് അറിയിപ്പ് കിട്ടും, ഉടനെ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങും. വല്ലതും സംഭവിച്ചോ എന്ന നിലക്ക് ആ സംഭവിച്ചു കഴിഞ്ഞതിന്റെ ശേഷം അവർ മുൻപുള്ളതിനേക്കാൾ മഹത്വത്തിന്റെ പദവിയിലേക്ക് അവർ ഉയരുകയും ചെയ്യും. ഇതാണ് മഹാന്മാരായ പ്രവാചകന്മാരുടെ എല്ലാം അവസ്ഥ. അതേ അവസരത്തിൽ മാനുഷികമായ നിലക്കുള്ള പേടി, അതുപോലെ തന്നെ ആ നിലക്കുള്ള മറവി, അതൊക്കെ പ്രവാചകന്മാരിൽ നിന്നും സംഭവിക്കാം. അത് അവരുടെ പ്രവാചകത്വത്തിനോ അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെട്ട ഇസ്മത്തിനോ പാപ സുരക്ഷിതത്വത്തിനോ ഒരിക്കലും എന്തല്ല, വിരുദ്ധമല്ല. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ അതിഥികളുടെ വേഷത്തിൽ മലക്കുകളാണല്ലോ വന്നത്, മനുഷ്യവേഷം കൊണ്ടുകൊണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് വേണ്ടി ആതിഥ്യ മര്യാദയുടെ പ്രകാരം ഭക്ഷണം ഒരുക്കി വിളമ്പി. فلما رأى أيديهم لا تصل إليه نكرهم فأوجس منهم خيفة. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിഥികളുടെ മുമ്പിൽ ഭക്ഷണം കൊണ്ടുവന്നു കൊടുത്തപ്പോ അവരുടെ കൈകൾ ഭക്ഷണത്തളികയിലേക്ക് നീളാത്തത് കണ്ടപ്പോ അപരിചിതത്വം തോന്നുകയും തന്റെ മനസ്സിൽ പേടി തോന്നുകയും ചെയ്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫൗജസ മിൻഹും ഖീഫതൻ. മൂസാ നബി അലൈഹിസ്സലാമും പേടിച്ചതായിട്ട് ഖുർആൻ പറയുന്നു. വടി നിലത്തേക്കിട്ട് മറ്റൊരു വടിയും കണ്ടേക്ക്, വടി നിലത്തേക്കിട്ടുന്ന കാഴ്ച ആദ്യമായിട്ട് പാമ്പായി കാണുന്ന കാഴ്ച മൂസാ നബി ആദ്യം കാണും. ഫഔജസ ഫീ നഫ്സിഹി ഖീഫതൻ മൂസ. മൂസാ നബിയുടെ മനസ്സിലൊരു പേടി തോന്നി, മാനുഷികമായ നിലക്കുള്ള പേടി. അത് പ്രവാചകന്മാരിലും ഉണ്ടാകും. പക്ഷെ ഉടനെ തന്നെ അല്ലാഹു അവർക്ക് എന്ത് കൊടുക്കും? ധൈര്യം കൊടുക്കും. പേടിച്ചപ്പോ തന്നെ മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞു, ലാ തഖഫ്, പേടിക്കണ്ട മൂസാ, പേടിക്കണ്ട. സനുഈദുഹാ സീറതഹൽ ഉലാ. ആ വടിയുടെ പൂർവസ്ഥിതി എന്തായിരുന്നുവോ, പാമ്പല്ലേ ഇപ്പൊ അത് മാറിയത്, പിടിച്ചോളൂ. സനുഈദുഹാ സീറതഹൽ ഉലാ. അതിന്റെ പൂർവസ്ഥിതിയിലേക്ക് നാം അതിനെ മടക്കിക്കോളും. ഭയം വിട്ടകന്നു. മാനുഷികമായ നിലക്കുള്ള പേടി പ്രവാചകന്മാരിലും ഉണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് മജ്മഉൽ ബഹ്റൈൻ എന്ന് പറയുന്ന അങ്ങകലെയുള്ള പ്രദേശത്ത് ഇൽമു സ്വീകരിക്കാൻ വേണ്ടി ഒരു ഉസ്താദിന്റെ അടുത്ത് ചെന്നല്ലോ. ആ സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് മാനുഷികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? അതെന്താ? ഉസ്താദ് പറഞ്ഞു, നിനക്ക് എന്റെ കൂടെ ക്ഷമിക്കാൻ കഴിയൂല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ ക്ഷമിച്ചോളാം. പിന്നെ അവർക്കിടയിലുണ്ടായ യാത്രകളിലുണ്ടായ പ്രശ്നങ്ങളിലൊക്കെ മൂസാ നബിക്ക് ക്ഷമ കിട്ടാതെ അങ്ങോട്ട് കയറി ചോദ്യം ചോദിക്കും. അപ്പോഴൊക്കെ തിരിച്ചിങ്ങോട്ട് പറയണ്, പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്റെ കൂടെ സഹിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ എക്സ്ക്യൂസ് പറയണില്ല, ഇനി ഉണ്ടാവില്ല. പിന്നെയും അത് ആവർത്തിക്കുകയാണ്, വീണ്ടും അത് നടക്കുകയാണ്, ഇനി നമുക്ക് പിരിയല നല്ലതെന്ന് പറയും. മനുഷ്യ സഹജമായ നിലക്കുള്ള ഒരു അക്ഷരം കൊണ്ട് ഒരു തകരാറും സംഭവിക്കുന്നില്ല. അത് ഉണ്ടാവാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിൽ സംഭവിച്ച എപ്പോ തൗറാത്തും വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു പോയ ജനത പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്ന കാഴ്ച കാണും. ഒരു നേതാവിന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു വിഷമം. ദേഷ്യം പിടിച്ചു. ഹാറൂന്റെ താടിക്ക് പിടിച്ചു. തൗറാത്തിന്റെ പലക താഴേക്കിട്ടു. എന്ത്? ഈ രംഗം കണ്ടിട്ട് മാനുഷികമായ നിലക്കുള്ള ആ ഒരു നിലക്കുള്ള ദേശപ്രകൃതം അല്ലെങ്കിൽ പേടി, അതൊക്കെ മഹാന്മാരായ പ്രവാചകരിലും ഉണ്ടാവാം. പക്ഷെ ഉടനെ തന്നെ അവർക്ക് എന്തുണ്ടാകും? അതിൽ നിന്നുള്ള കൃത്യമായ നിലക്കുള്ള രക്ഷ, യഥാർത്ഥമായ നിലക്കുള്ള ഒരു ഉൾക്കാഴ്ച റബ്ബ് അവരിലേക്ക് പ്രദാനം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ തന്നെ ഇസ്ലാമികമായ ദഅവത്ത് എത്തിച്ചു കൊടുക്കേണ്ടുന്ന ഇസ്ലാമിന്റെ ഒരു പ്രമാണങ്ങളും അവിടുന്ന് മറക്കൂലാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സനുഖരിഉക ഫലാ തൻസാ ഇല്ലാ മാ ഷാ അല്ലാഹ്. അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ല ഒന്നും നിങ്ങൾ മറക്കൂല.
അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിർ റബ്ബിക, നബിയേ താങ്കളുടെ റബ്ബിങ്കൽ നിന്ന് താങ്കൾക്ക് അവതരിപ്പിച്ച് കിട്ടിയിട്ടുള്ളത് മുഴുവനും താങ്കളുടെ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കൂ നബിയേ എന്ന് അല്ലാഹു നിർദ്ദേശിച്ചു കൊടുത്തിട്ടുള്ള കാര്യത്തിൽ നിന്ന് ഒരു തരിമ്പും പോലും അവിടുന്ന് മറന്നുപോയിട്ടില്ല, മറക്കുകയുമില്ല. അവിടുന്ന് മറന്നിട്ടില്ല, മറക്കൂല. എന്നാൽ അതൊന്നുമല്ലാത്ത ഇസ്ലാമികമായ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുമായ കാര്യങ്ങളൊന്നുമല്ലാത്ത വേറെ ചില കാര്യങ്ങളിൽ അവിടുത്തേക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ഹിക്മത്തുകൾ കാരണത്താൽ പ്രവാചകനിൽ നിന്നും എന്ത് സംഭവിക്കും? ചില ചില്ലറ മറവികളൊക്കെ സംഭവിക്കും. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഹദീസിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെയും കൂട്ടിയിട്ട് 4 റക്അത്തുള്ള ഒരു നിസ്കാരം, അഥവാ ദുഹറോ അസ്റോ എന്നതിൽ തർക്കമുണ്ട്, 4 റക്അത്തുള്ള ഒരു നിസ്കാരം സഹാബത്തിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കണം മദീനത്തെ പള്ളിയിൽ വെച്ച്. എന്താ സംഭവിച്ചത്? 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സലാം വീട്ടി. 4 നിസ്കാരം 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ സലാം വീട്ടി. അല്ലാഹുവിന്റെ റസൂലിന് എന്തോ ഒരു വിമിഷ്ടം പിടികൂടിയതുപോലെ അവിടുന്ന് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറി ഒരല്പം ദൂരേക്ക് മാറി നിന്ന് തന്റെ മുഖത്തിങ്ങനെ വലത്തെ ഭാഗത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ എന്തോ ചിന്തിച്ചിരിക്കും പോലെ ഇരിക്കുന്ന നേരത്ത് ആളുകളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത്? 4 നിസ്കാരം റസൂൽ 2 നിസ്കരിച്ച് സലാം വീട്ടി പോയിക്കാണ്. ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. പ്രഗത്ഭന്മാരൊക്കെ സദസ്സിലുണ്ട്, മൗമൂമിങ്ങളുണ്ട്, ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. ആ കൂട്ടത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് ദുൽ യദൈൻ എന്നറിയപ്പെടുന്ന ഒരു സഹാബി മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ അനസീത് അം ഖുസിറത്തിസ് സ്വലാ, നബിയേ നിങ്ങൾ മറന്നതാണോ അതോ നിസ്കാരം ചുരുക്കപ്പെട്ടുകൊണ്ട് വല്ല നിയമവും ഇറക്കിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നസീതു, ഞാൻ മറന്നിട്ടില്ല, നിസ്കാരം ചുരുക്കപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഓർമ്മ വരുന്നില്ല. അപ്പോ ഒരാൾ പറഞ്ഞപ്പോ എല്ലാവർക്കും ധൈര്യമായല്ലോ. അപ്പൊ എല്ലാവരും കൂടി പറഞ്ഞു, പ്രവാചകരെ, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾ മറന്നിട്ടുണ്ട് പ്രവാചകരെ. നഅം, മറന്നിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഫതഖദ്ദമ, വേഗം നിസ്കാരത്തിന് മുന്നിട്ട് വന്നു. ഫസല്ലാമാ തറക, ബാക്കി വന്ന നിസ്കാരം അവിടുന്ന് നിസ്കരിച്ച് പൂർത്തിയാക്കിയിട്ട് അതേ സഹ്വിന്റെ സുജൂദ് അവിടുന്ന് നിർവഹിക്കുന്നു. അപ്പൊ മറവി സംഭവിച്ചു കഴിഞ്ഞാലുള്ള ഒരു കാര്യത്തെ ലോകത്തിന്റെ മുസ്ലിമീങ്ങൾക്ക്, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഹിക്മത്ത് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അല്ലാഹു റബ്ബുൽ ആലമീൻ ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അല്പനേരത്തേക്ക് ഒരു മറവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും കൊടുത്തു. എന്നിട്ട് അവിടുന്ന് മറ്റൊരു വേളയിൽ ഇങ്ങനെ നിസ്കാരത്തിൽ മറവി സംഭവിച്ചപ്പോ അവിടുന്ന് സഹാബിമാരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വലാകിന്നി ഇന്നമാ അന ബശറുൻ അൻസാ കമാ തൻസൂൻ ഫൈദാ നസീതു ഫദക്കിറൂനി, ഞാൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ മറക്കും പോലെ ചിലപ്പോൾ ഞാനും മറന്നേക്കും. ഞാൻ മറന്നു കളഞ്ഞാൽ നിങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണേ. ഇസ്ലാമിന്റെ വിഷയങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അല്ലട്ടോ, ഒരിക്കൽ പോലും സംശയിച്ചു പോകരുത്. അങ്ങനെയുണ്ട് പല ആളുകൾക്ക്. എന്തെങ്കിലും ഒന്ന് കേട്ടാ പറയാം, ഇതിൽ മറന്നാ പിന്നെ അതിലും മറന്നു നയിക്കൂടെ, അതുകൊണ്ട് ഇതിൽ മറന്നു എന്നുള്ള ഹദീസ് ഞങ്ങൾ സ്വീകരിക്കൂല. അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റും. ചില ആൾക്കാർക്ക് ഉണ്ട് അങ്ങനെ. ഹദീസൊക്കെ സഹിയാണെങ്കിൽ ഇത് പറഞ്ഞാൽ അവിടെ കുഴപ്പം വരും. അള്ളാന്റെ റസൂലാ ഇത് രണ്ടും പറയുന്നത്. സനുഖരിയുക ഫലാ തൻസാന, അള്ളാന്റെ റസൂലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിൽ നിന്ന് കേട്ടത് ഈ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്. അതേ റസൂലിന്റെ സംഭവത്തെ കുറിച്ചാണ് സ്വഹാബത്ത് പറയുന്നത്, ഇങ്ങനെ മറന്നു. അപ്പൊ എന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? എന്താ? ഒന്നിനെ തള്ളല, ഒന്നിനെ നിഷേധിക്കല? അല്ല, രണ്ടും കൂട്ടി യോജിപ്പിച്ചു. എങ്ങനെ? അള്ളാഹു എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു ഒരു തരിമ്പ് പോലും അവിടുന്ന് മറന്നിട്ടില്ല, മറക്കുകയുമില്ല, മുഴുവൻ എത്തിച്ചു കൊടുത്തു. അതേ അവസരത്തിൽ ചില മസലകൾ പഠിപ്പിക്കാൻ വേണ്ടി നിസ്കാരത്തിൽ മറവി സംഭവിച്ചാൽ എന്താ വേണ്ടതെന്ന് പഠിപ്പിക്കാനുള്ള ഹിക്മത്തിനായിരിക്കാം അള്ളാഹുവിന്റെ റസൂലിലൂടെ ഇങ്ങനെ ഒരു നിസിയാൻ, ഒരു മറവി അവിടുന്ന് സംഭവിച്ചു. ഇതൊക്കെ മാനുഷികമായ നിലക്ക് അവരിൽ നിന്ന് ഉണ്ടാകാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമ്പിയാക്കളല്ലാത്ത ഒരാൾക്കും ഇസ്മത്ത് ഇല്ലാന്നാണ്. അമ്പിയാക്കന്മാര് മാത്രമേ മഅ്സൂമീങ്ങളുള്ളൂ. അഹ്ലുസുന്നയുടെ വിശ്വാസം പറയുന്നു അമ്പിയാക്കൾ മാത്രമാണ് പാപസുരക്ഷിതത്വമുള്ളത്. ആ അമ്പിയാക്കളുടെ ഒരു അനുയായിക്ക് പോലും പാപസുരക്ഷിതത്വമില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഅ്സൂമാണോ? അല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മഅ്സൂമാണോ? അല്ല. പ്രവാചകന്മാരല്ലാത്ത ഒരാൾക്കും എന്തില്ല? ഇസ്മത്ത് ഇല്ല. അതേ അവസരത്തിൽ അഹ്ലുസുന്നയിൽ നിന്ന് തെറിച്ചു പോയ പല പിഴച്ച കക്ഷികളും വാദിക്കുന്നത്
അമ്പിയാക്കളെ പോലെ അതിനേക്കാൾ ഉപരി അവരുടേതായ അയിമ്മത്തുകൾക്ക് ഇമാമിങ്ങൾക്ക് ഇസ്മത്തുണ്ട്, പാപ സുരക്ഷിതത്വമുണ്ട്. അവർക്ക് ഇസ്മത്തില്ല എന്ന് പറയുന്നു കാഫറായി പോകും എന്ന് വരെ പറയുന്ന പഴച്ച കക്ഷികളുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അന്തസ്സോടുകൂടി ഇസ്ലാമിൻ്റെതായ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ അഖീദകളെ മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ അഖീദക്ക്, നമ്മുടെ ഈമാനിന് ഒരു നിലക്കുമുള്ള പുഴുക്കുത്തുകളും ഏൽക്കാതെ ബാധിക്കാതെ എന്നും അത് കൃത്യമായി അള്ളാഹുവിന്റെ തൗഫീഖ് മുഖേന ജ്വലിച്ചു നിൽക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു കൃത്യമായ നിലക്കുള്ള മോക്ഷം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.